നമസ്കാരം. ഒരു IAS ഉദ്യോഗസ്ഥ സർവീസ് കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം പരിശീലന കാലയളവിൽ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് പരിശീലന കാലയളവിൽ ആ അക്കാഡമിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥ എങ്ങനെ ജനങ്ങളോട് പെരുമാറണം, രാഷ്ട്രീയ നിരീക്ഷകരോട്, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരോടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കളോടുമൊക്കെ എങ്ങനെ പെരുമാറണം എന്നതടക്കം കൃത്യമായ ചട്ടങ്ങളും കൃത്യമായ നിയമാവലികളും ഒരു കൃത്യമായ പ്രോട്ടോക്കോളുകളും അവർക്കിടയിലുണ്ട്. അതായത് വലിയ രീതിയിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കർശനമായി പാലിക്കേണ്ട ഓരോ പ്രോട്ടോക്കോളുകളുമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയ സമയത്ത് മോദിയെ സ്വീകരിക്കാനായിട്ട് ഒരു IAS ഉദ്യോഗസ്ഥൻ ശരിയായ രീതിയിൽ അതായത് കൂളിംഗ് ക്ലാസ് ഒക്കെ വച്ചുകൊണ്ടാണ് നിന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നു അടക്കമുള്ള ഒരു നിയമത്തിലേക്ക്, ഒരു നടപടിയിലേക്ക് സർക്കാർ പോയി. അപ്പോൾ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രപതി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ കാണുമ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കൃത്യമായ ഒരു നിയമാവലി അഥവാ ഒരു പ്രോട്ടോകോൾ തന്നെ ഇവർക്ക് തുടക്കം മുതൽ ട്രെയിനിങ് കാലയളവിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പ്രോട്ടോകോൾ എല്ലാം കർശനമായി പാലിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ IAS ഉദ്യോഗസ്ഥർക്കുമുണ്ട്. പറഞ്ഞു വരുന്നത് വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ S. അയ്യർ തുടക്കം മുതൽ തന്നെ പല പ്രോട്ടോകോളുകളും ലംഘിക്കുന്നുണ്ട്. CPMന്റെ മുൻ മന്ത്രി രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തതും ഒരു വലിയ വിവാദമായി മാറിയിരുന്നു. ജനങ്ങളുടെ നികുതി പണമാണ് ശമ്പളമായിട്ട് തരുന്നത്. ആ കാര്യം ദിവ്യ S. അയ്യർ ഓർക്കണം. അല്ലാതെ AKG സെന്ററിൽ നിന്നുമല്ല ദിവ്യ S. അയ്യർക്ക് മാസാമാസം അക്കൗണ്ടിലേക്ക് ശമ്പളം വിട്ട് തരുന്നത് എന്ന കാര്യവും ദിവ്യ S. അയ്യർ ഓർക്കണം. ഇനിയിപ്പോൾ UDFന്റെ നേതാവ് ശബരിനാഥിന്റെ ഭാര്യ ആയതുകൊണ്ട് എല്ലാ ചട്ടങ്ങളും എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി തോന്നിയതുപോലെ ചെയ്യാം, അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ദിവ്യ S. അയ്യർ, നിങ്ങൾ IAS ഉദ്യോഗസ്ഥയാണ്. ഇനിയിപ്പോൾ രാഷ്ട്രത്തിലേക്കാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് അയച്ചു കൊടുക്കുക. സർവീസിൽ നിന്നും ഞാൻ വിരമിക്കുന്നു, എനിക്ക് സർവീസിൽ നിന്നും ഞാൻ VRS എടുക്കാൻ പോവുകയാണെന്ന്. എന്നിട്ട് നിങ്ങൾ രാഷ്ട്രത്തിലേക്ക് ഇറങ്ങുക, ആരും തടയില്ല. രാഷ്ട്രീയമാണ് താല്പര്യമെങ്കിൽ ജോലിയൊക്കെ രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു പ്രധാന പദവിയിൽ ഇരുന്നു കൊണ്ട് ആകരുത് രാഷ്ട്രീയ പ്രവർത്തകരെ വാനോളം ഇങ്ങനെ പ്രശംസിച്ച് കളിക്കുന്നത്. ഇനി മികച്ച പദവി ലഭിക്കാനാണോ ദിവ്യ CPM നേതാക്കളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത് എന്ന സംശയവുമുണ്ട്. നിലവിൽ CPM ജില്ലാ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാജേഷിനെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ S. അയ്യരുടെ പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായി ആളിക്കത്തുന്നത്. AKG സെന്ററിൽ നിന്നല്ല ദിവ്യ S. അയ്യർ ശമ്പളം വാങ്ങുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് G. ശബരിനാഥിന്റെ ഭാര്യയാണ് ദിവ്യ S. അയ്യർ. സമാനതകളില്ലാത്ത രീതിയിലാണ് KK രാഗേഷിനെ ദിവ്യ പുകഴ്ത്തിയത്. കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രിക്ക് KK രാഗേഷ് കവചം തീർത്തിരുന്നത് എന്നായിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. രാഗേഷിന്റെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കിയതിന് പിന്നാലെയാണ് പോസ്റ്റ്. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്നും വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. വിശ്വസ്തയുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് എന്നും ദിവ്യ കുറിച്ചു. മുഖ്യമന്ത്രിയും രാഗേഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തോടൊപ്പമായിരുന്നു അവരുടെ പോസ്റ്റ്. ദിവ്യയുടെ പോസ്റ്റ് CPM കേന്ദ്രങ്ങളും ചർച്ചയാക്കി. സർക്കാരിനുള്ള അംഗീകാരമായി അവർ വാഴ്ത്തുകയും ചെയ്തു. ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് കടന്നാക്രമണം തുടങ്ങിയത്. പിന്നാലെ ദിവ്യ S. അയ്യരെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹനും രംഗത്തെത്തി. KK രാഗേഷിനായി സർവീസ് ചട്ടങ്ങൾ മറന്ന് വാഴ്ത്തുപാട്ട് പാടുന്ന ശ്രീമതി ദിവ്യ മാഡം IAS എന്ന് പറഞ്ഞാണ് FB കുറിപ്പ് വിജിൽ പോസ്റ്റ് ചെയ്യുന്നത്. KK രാഗേഷിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി തിരഞ്ഞെടുത്തതിനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയതിനാണ് ഈ കസറത്തല്ല. പാടുക, നിരന്തരം തരവും ശബ്ദവും ഒപ്പിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക. പിണറായി കാലത്ത് AKG സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെങ്കിലും മാഡം അത് ഓർക്കണം. IAS ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കളുടെ വിദൂഷകയായി മാറുകയാണിവർ. ഔദ്യോഗിക കൃത്യനിർവഹണ രംഗങ്ങളെ ദൂഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ്?
ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാമെന്നാണോ ധരിച്ചിരിക്കുന്നത്? അപ്പോൾ സംരക്ഷണം കിട്ടുമെന്നാണോ കരുതുന്നത്? യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടരുകയാണ്. അതിനിടെ വിശദീകരണവുമായി ദിവ്യ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തു. നന്മയുള്ളവരെ കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസവും വേണ്ടെന്നും കഴിഞ്ഞ 1.5 വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണവുമൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദിവ്യയുടെ വിശദീകരണം. ഫലത്തിൽ യൂത്ത് കോൺഗ്രസിനെ തള്ളി പറയുകയാണ് ദിവ്യ എസ് അയ്യർ. വിവാദങ്ങളിൽ ഭർത്താവ് ശബരിനാഥൻ ഒന്നും പ്രതികരിക്കുന്നുമില്ല. എല്ലാം ഈ അപ്പ അമ്മ കാരണമാണെന്ന് ചിലപ്പോൾ പറയാൻ തോന്നും. കുട്ടിക്കാലത്ത് നല്ല വാക്കുകൾ മാത്രം പറയുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആരെയും അധിക്ഷേപിക്കരുത്, 4 ആളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത്, നമ്മൾ കാരണം ഒരു മനുഷ്യനും വേദനിക്കരുത്, മുതിർന്നവരെ ആദരപൂർവ്വം നോക്കിക്കാണണം, ബഹുമാനപൂർവ്വം അവരോട് പെരുമാറണം എന്നീ കാര്യങ്ങൾ നമ്മുടെ നെഞ്ചിലേറ്റുന്നതുവരെ പറഞ്ഞു മനസ്സിലാക്കി തരികയും പ്രാവർത്തികമാക്കാനുള്ള നിരന്തരം ശ്രമം അവരുടെ ജീവിത വഴിയിൽ കാണുകയും ചെയ്തിട്ടുള്ള ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആരും എല്ലാം തികഞ്ഞവരും നിറഞ്ഞവരുമല്ല. നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും. നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ കണ്ടെത്തുക എന്നതാണ് വലിയ പ്രയാസമേറിയ കാര്യമൊന്നുമല്ല. കണ്ടെത്തുന്ന നന്മകൾ പരത്തുക എന്നതും പ്രയാസമില്ല. അത് 4 ആളോട് പറയുക എന്നതിനും വലിയ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടതല്ല. കഴിഞ്ഞ 1.5 വർഷമായി ഏറ്റവും രൂക്ഷമായ വാക്കുകളിലുള്ള വിമർശനവും കൈപ്പേറിയ ചില പ്രതികരണവുമൊക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ? എൻ്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ടെന്നാണ് ദിവ്യ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് ദിവ്യക്കെതിരെ രംഗത്ത് വരുമ്പോൾ വെട്ടിലാകുന്നത് ശബരിനാഥാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണത്തിന് തയ്യാറാകാതെ കരുതലോടെ നീങ്ങാനാണ് ശബരിയുടെ തീരുമാനം. തിരുവനന്തപുരം DCC അധ്യക്ഷനായി പോലും പരിഗണിക്കുന്ന പേരുകാരനാണ് ശബരിനാഥൻ. മുൻ MLA ആയ ശബരിനാഥന്റെ രാഷ്ട്രീയ പ്രവേശനം അച്ഛൻ G കാർത്തികേയന്റെ മരണശേഷമായിരുന്നു. അച്ഛന്റെ സീറ്റായ അരുവിക്കരയിൽ നിന്നും ശബരിനാഥ് 2 തവണ MLA ആയി. കഴിഞ്ഞ വർഷം തോൽക്കുകയും ചെയ്തു. പല പ്രാവശ്യം ദിവ്യ പല വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ദിവ്യ ചെയ്യുന്നത്. IAS ഉദ്യോഗസ്ഥയായി ഇരുന്നു കൊണ്ട് ഓരോ പ്രോട്ടോക്കോളുകളും പാലിക്കേണ്ടത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്വപൂർവ്വ കാര്യമാണ്. അല്ലാതെ രാഷ്ട്രീയക്കാരന്മാരെ പിന്താങ്ങിക്കൊണ്ട് അവരുടെയൊക്കെ മുന്നിൽ നട്ടല് വളച്ചു നിൽക്കാനല്ല IAS ഉദ്യോഗസ്ഥ എന്ന ഔദ്യോഗിക പദവിയും തന്ന് സർക്കാർ ഒരു ഔദ്യോഗികമായ വസതിയും കാറും ഗൺമാനും ഒക്കെ തന്ന് നിരത്തിലേക്ക് വിടുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.